അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളെ കയ്യിലുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. നമ്മൾ 200 ഗ്രാം മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റിയെടുക്കാം. വെള്ളം വാരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെയിനറിൽ കോരി വെക്കാം. നമ്മൾ മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ആദ്യം എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് കളർ മാറി വരുന്നവരൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ സ്വീറ്റ് കോൺ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിലുള്ള എന്തൊക്കെ പച്ചക്കറികളാണുള്ളത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ഞാനൊരു കപ്പ് സ്വീറ്റ് കോണും ഒരു കപ്പ് ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മക്രോണി നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം. നമ്മളൊരു ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും 25 ഗ്രാം ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ മെൽറ്റായി വന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഈ ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും നമ്മൾ ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടിയായിട്ട് തോന്നുകയാണ്, നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മക്രോണി വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ക്രീമി പരുവത്തിലാണ് കിട്ടേണ്ടത്. നമ്മൾ ലാസ്റ്റ് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ മക്രോണി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.